ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് വെച്ചിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. വളരെ ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് ഇതേപോലൊരു ബൗളിന് ഒരു ബൗള് ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമുള്ളത് ഒരു അരമുറി തേങ്ങ ചിരകിയത്, മധുരത്തിനായിട്ട് ഒരു 3 ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് നെയ്യാണ്. അതേപോലെ തന്നെ മണത്തിനായിട്ട് ഏലക്ക പൊടിച്ചത് 1 സ്പൂൺ, അതേപോലെ ഒരു 1/2 ഗ്ലാസ് ചെറിയ ഇളം ചൂടുള്ള പാൽ, ഒരു 5-6 കശുവണ്ടി. ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെക്കാം. ഇപ്പം നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യിന് പകരം നമുക്ക് ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. അപ്പോൾ ബട്ടർ നെയ്യും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നെയ്യോ ബട്ടറോ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഓട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയാൽ മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പും ഓട്സും കൂടെ നെയ്യുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന വരെ ഇളക്കാം. അണ്ടിപ്പരിപ്പിന് പുറമെ നമുക്ക് ബദാമോ ഈന്തപ്പഴമോ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ ന്യൂട്രീഷ്യസ് ആയിരിക്കും. ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി വന്നാൽ മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഓട്സ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ഓട്സ് പൊടിച്ചെടുക്കുന്ന സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പം എന്നാലേ നന്നായിട്ട് അത് മിക്സായി കിട്ടുള്ളൂ. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഏലക്ക പൊടിച്ചത്, തേങ്ങ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽ, ഒരു ഇളം ചൂടുള്ള പാലാണ്, അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഈ പാൽ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടിയാൽ മതി. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു പരുവാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചും കൂടെ ലൂസ് ആവണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവത്. നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റൗണ്ടായിട്ടാണ് കൈവെള്ളയിലിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് ഈ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ ബോൾസാക്കി എടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 20 ബോൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 20 ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പിള്ളേർക്കും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഹെൽത്തി സ്നാക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.